ഹലോ ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. അത് ചാച്ചനാണ് കേട്ടോ. എനിക്ക് ചായ ഒന്നും വേണ്ട. ഞാൻ ചായ അല്ല, ഒരു ഡ്രിങ്കാണ് ഞാൻ കഴിക്കുന്നത്. അത് അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നടക്കാനൊക്കെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടോ. തിരിച്ചു വന്ന് നേരെ കൈകാലും മുഖമൊക്കെ കഴുകിയിട്ട് നേരെ അടക്കളയിലോട്ട് കയറി ഒരു ചായ ഇട്ടു കേട്ടോ. ഇനിയിപ്പോൾ ചാച്ചൻ അവിടെ എണിച്ചിട്ടുണ്ട്. അപ്പോൾ ചാച്ചന് ഇതൊന്ന് കൊടുക്കാം. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പുതിയൊരു ഡ്രിങ്കാണ് കേട്ടോ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കഴിക്കുന്നത്. നടക്കാനൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് മുട്ടിന് നല്ല വേദനയുണ്ട് കേട്ടോ. യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പട്ടയും ജീരകവും കൂടി തിളപ്പിച്ച വെള്ളമാണ് ഇപ്പോൾ കഴിക്കുന്നത്. അതിൻ്റെ കൂടെ അരിമോദകവും അതുപോലെ കരിഞ്ജീരകവും ഉലുവയും കൂടി ചേർത്ത് വറുത്ത് പൊടിച്ച പൊടി ഇവിടെ ഇരിപ്പുണ്ട്. അതും ഒരു ടീസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും. അതിനുശേഷം അത് ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു അര ഗ്ലാസ് ആക്കി മാറ്റും കേട്ടോ തിളപ്പിച്ച്. അതിനുശേഷം ഒരു ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്തിട്ട് ചൂടോടുകൂടി അതാണ് ഇപ്പോൾ കഴിക്കുന്നത്. രാവിലെ എന്ത് ഉണ്ടാക്കണമെന്നൊന്നും ഞാനൊരു പ്ലാനും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമില്ല രാവിലെ എന്ത് ഉണ്ടാക്കണമെന്നൊന്നും. ഫ്രിഡ്ജൊക്കെ ഒന്ന് തുറന്നു നോക്കി അതിനകത്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നറിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കാറ്. പക്ഷെ നേരത്തെയൊക്കെ അങ്ങനെയല്ല. എനിക്ക് രാത്രി കിടക്കുമ്പോഴേ ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഒരു ധാരണ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുവാണ്. അപ്പം എൻ്റെ വെള്ളം അവിടെ കിടന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അതൊന്ന് വറ്റി ഒരു അര ഗ്ലാസ് ആവണം. അര ഗ്ലാസ് ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കഷായം പോലെ കഴിക്കുന്നതല്ലേ. അപ്പോൾ എനിക്ക് ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ എനിക്കത് കഴിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ചവർപ്പൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ഈ പട്ടയൊക്കെ ഇട്ടേම ഒരു മധുരമോ ചവർപ്പോ അങ്ങനെ എന്തൊക്കെയോ ഒരു സ്വാദാണ് ഇതിന് വരുന്നത്. അപ്പോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പട്ടയിട്ട് വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലതാണ് കേട്ടോ. മുട്ടുകാലിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നടുവിൻ്റെ സൈഡിലെല്ലാം വേദന ഉണ്ടെങ്കിൽ ഇതൊരു ഹോം റെമഡിയാണ് കേട്ടോ. അതല്ല യൂറിക് ആസിഡിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ വേറൊരു റെമഡി എന്താണെന്ന് വെച്ചാൽ പപ്പായ ഉണ്ടല്ലോ, കപ്പങ്ങ പപ്പായ എന്നൊക്കെ ചിലടത്ത് പറയും. അതിൻ്റെ ഇളം കപ്പങ്ങ ഒന്ന് നുറുക്കിയിട്ടിട്ട് വെള്ളം തിളപ്പിച്ച് ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണേ. യു.എയിൽ വന്ന ആ നാൾ തൊട്ട് മുട്ടുകാല് വേദന എനിക്ക് കൂടപ്പിറപ്പ് പോലെ ഉണ്ട് കേട്ടോ. യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഈ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുട്ടുകാല് വേദനയാണ്. മുട്ടുകാല് വേദന കുറച്ചൊന്നും നടന്നാൽ മതി, അപ്പം തന്നെ മുട്ടുകാല് വേദന വരും. അത് ഈ യു.എയിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ പുറം രാജ്യത്തൊക്കെ താമസിക്കുന്നവർക്ക് ഈ ജീവിതശൈലി അതുപോലെ തന്നെ ഭക്ഷണ രീതി അതൊക്കെ കൊണ്ടുവരുന്നതാണ്. വെയിറ്റ് ഗെയിൻ ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനത്തെ വേദനയൊക്കെ വരും കേട്ടോ. അപ്പം ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്താൽ മതിയേ. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി നീക്കി എല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ടോ. അപ്പം ചാച്ചന് ചായ എടുത്ത കൂട്ടത്തിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാലെടുത്തൊന്ന് മാറ്റി വെച്ചിരുന്നു കേട്ടോ. കുത്തരിയുടെ കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് തിളപ്പിച്ചു കൂട്ടാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണികളിലേക്ക് കടക്കാം. അപ്പം ഇന്ന് രാവിലെ അവർക്ക് വേണ്ടിയിട്ട് മാഗി നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് കേട്ടോ ഞാൻ തീരുമാനിച്ചേ. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്മൂത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചെറുപഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ചെറുപഴവും പാലും അതുപോലെ കുറച്ച് ഓട്സും കൂടി ഇട്ടിട്ട് അതൊന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ, അത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ സ്മൂത്തിക്ക്. ഒരുപാടൊന്നും ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു 1 ഗ്ലാസ് അത്രയും മതിയാവും. ചാച്ചനൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരുപാട് പച്ചക്കറി ഒന്നും ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് വിചാരിച്ചിട്ട് ഒരു മുരിങ്ങക്കോലും ഉണ്ടായിരുന്നു, 2-3 വെണ്ടയ്ക്കായ ഉണ്ടായിരുന്നു, അതുപോലെ ഒരു തക്കാളിയും കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വേപ്പിലയും കൂടി ഞാൻ വാരിയിട്ടിട്ട് അതൊന്ന് അരിഞ്ഞ് കറക്കി എടുക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ദേ പറ്റിച്ചെടുത്തെന്ന് പറഞ്ഞ വെള്ളം ഉണ്ടല്ലോ, അത് ദേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചേക്കുവാണേ. അപ്പം ചൂടാറിനേക്കാൾ മുമ്പ് തന്നെ ഞാനൊന്ന് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 ടീസ്പൂൺ നെയ്യാണ് ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വളരെ നല്ലതാണ് കേട്ടോ. വെറും വയറ്റിൽ ചൂടുള്ള വെള്ളത്തിൽ നെയ്യ് ഇങ്ങനെ വെറുതെ കലക്കി കുടിക്കുന്നത് നല്ലതാണ്. വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഇത് വയറിനകത്തുള്ള ഫാറ്റ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും 2 ഫുഡാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം എനിക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഫുഡും അവർക്ക് നോർമൽ ഫുഡുമാണ്. അവർ കഴിക്കുന്ന ആഹാരമൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ഗെയിൻ ആവാനാണ് ചാൻസ്. അതുകൊണ്ട് ഞാൻ അവർ കഴിക്കുന്ന യാതൊരു ഫുഡും കഴിക്കാറില്ല. റെഡ് റൈസൊന്നും ഞാൻ ഇപ്പോൾ കഴിക്കാറേ ഇല്ല കേട്ടോ. പിന്നെ ഈ പച്ചക്കറി കറി ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്തൊന്ന് കുറച്ചെടുത്ത് ഞാൻ കഴിക്കും. പിന്നെ മീൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പം നല്ല ഫ്രഷ് നെയ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ച് വെച്ചിരുന്നതാണ്. കുറച്ചേ മേടിച്ചുള്ളൂ, പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. അപ്പോൾ ദേ അപ്പത്തേനും ചോറൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഊറ്റാൻ വെച്ചു കേട്ടോ. ഇപ്പം ഞാൻ ഐഷു അച്ഛനും ഒന്നും കഴിക്കുന്ന ഫുഡൊന്നും ഞാൻ കഴിക്കാറില്ല. ഞാൻ സെപ്പറേറ്റ് തന്നെ എനിക്ക് വേണ്ടി സെപ്പറേറ്റ് മീൽസാണ് ഞാൻ റെഡിയാക്കാറ് കേട്ടോ. ഞാൻ ഈ ചുമന്ന അരിയൊന്നും കഴിക്കുന്നില്ല. അതുപോലെ ഇവർക്ക് ഉണ്ടാക്കുന്ന നൂഡിൽസും ഞാൻ കഴിക്കാറില്ല.
ആദ്യമൊക്കെ ഞാൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ മിതമായിട്ട് കഴിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതൊന്നും എനിക്ക് എഫക്റ്റ് ആയില്ല കേട്ടോ. അതുപോലെ ഞാൻ നടക്കാൻ പോവുകയാണെങ്കിൽ ഫുഡ് ഒഴിവാക്കാണ്ട് സാധാരണ ഫുഡ് രീതിയിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോവുമായിരുന്നു. അതും എനിക്ക് എഫക്റ്റ് ആയില്ല. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ഫുഡിൻ്റെ ഒരു കൺട്രോൾ വരുത്തി എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ എല്ലാം പോർഷൻ വളരെ കുറച്ച് ഞാൻ മീൽസൊക്കെ എടുക്കാൻ തുടങ്ങി. അതുപോലെ ഡയറ്റ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുപോലെ എനിക്കൊരു 45 മിനിറ്റിൻ്റെ വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ ചെയ്തു വരുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയല്ല കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊക്കെ കഴിക്കാണ്ടിരിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ കഴിക്കാണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. കഴിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ആവശ്യമായിട്ടുള്ള അയണും ഒന്നും കിട്ടാണ്ട് വരും. അത് നമ്മുടെ മുഖത്തിനെയും അതുപോലെ നമ്മുടെ ശരീരത്തിനെയും എല്ലാം വേറെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ചിക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ഒരുപാട് അങ്ങ് കഴിച്ച് വയറ് നിറയ്ക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫുഡ്, ഇപ്പോൾ ചപ്പാത്തിയാണ് നമുക്ക് കഴിക്കേണ്ട ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഒരു 10-20 കഴിച്ചിട്ട് അങ്ങനെ ഡയറ്റ് നോക്കുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ പോർഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവരിക, നമ്മുടെ കൺട്രോളാക്കി കൊണ്ടുവരിക. അപ്പം നമ്മൾ എത്ര ഒരു പോർഷനിൽ ഇപ്പോൾ ഒരു അളവിൽ നമ്മൾ ചോറ് എടുക്കണം. ഒരു ബൗൾ ചോറെന്ന് പറഞ്ഞ് എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അതേ ബൗളിൽ തന്നെ ചോറ് എടുക്കുക. അപ്പം നമ്മുടെ വയറ് അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടാവും. ആ ബൗൾ ചോറിന് വേണ്ടി കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പച്ചക്കറികളും കൂടി നമ്മുടെ ഈ മീൽസിലും അതുപോലെ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലും ഒക്കെ ഉൾപ്പെടുത്തുക. ആദ്യം ആ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു വെച്ചത് കഴിക്കുക സാലഡായിട്ട്. അതങ്ങ് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ പകുതി വിശപ്പ് നമ്മുടെ പോയിട്ടുണ്ടാവും. പിന്നെ വെള്ളം കൂടി കുടിച്ചൊന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം മെയിൻ കോഴ്സ് എടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അതാണ്. ജോലിയുള്ള ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ ചറപറാന്ന് പോകുന്ന ഒരു ദിവസമായിരിക്കും കേട്ടോ. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വീട്ടിലെ എല്ലാ പണികളും ഞാൻ എടുത്ത് തയ്യാറാക്കുക കേട്ടോ. അപ്പം എനിക്കൊരു കറി ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ തീയിലുണ്ടാക്കണമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കുവാണ് കേട്ടോ. അത് താളിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഉള്ളി മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കണം. ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചേർത്തിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം തേങ്ങയുടെ ഒപ്പം. അതൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ടേ. ഇവിടെ ആർക്കും സാമ്പാറിനോട് യാതൊരു മമതയില്ല കേട്ടോ. സാമ്പാർ ഇഷ്ടമുള്ള ആരുമില്ല, ഞാൻ ഒഴികെ എല്ലാവർക്കും തീയലാണ് ഇഷ്ടം. അപ്പം എനിക്ക് പക്ഷേ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ സാമ്പാറും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ രാജകുമാരി, എൻ്റെ ദേവതയും എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ. എൻ്റെ ഇൻസ്പിറേഷനും എൻ്റെ മോട്ടിവേഷനും എല്ലാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇങ്ങനെ വീട്ടിൽ പണിയെടുക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തം കാര്യം നോക്കാൻ നിങ്ങൾ മറന്നു പോരുത് കേട്ടോ. പ്രത്യേകിച്ച് ലേഡീസിനോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വേറെ ആരും നമുക്ക് വേണ്ടി ചെയ്തു തരത്തില്ല. നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നമുക്ക് വേണ്ടി നമ്മൾ തന്നെ സമയം ഉണ്ടാക്കണം. അത് നിർബന്ധമാണ് ജീവിതത്തിൽ. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ നിങ്ങൾ ഇതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഐഷു ഉണ്ടായതിന് ശേഷം എനിക്ക് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ വന്നു കേട്ടോ. വയറൊക്കെ ഒന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതൊന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ആഹാരത്തിൻ്റെയോ അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലായ്മയുടെയോ ഒന്നും അല്ലായിരുന്നു. എൻ്റേതായിട്ടുള്ള ശരീരത്തിലുള്ള ഹോർമോൺസിൻ്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഇംബാലൻസ് ഒക്കെ ആയിരിക്കണം ഇതിൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ്റെ ഒരു കാരണം. ഐഷുവിനെ ഞാൻ ഗർഭിണിയായതിനു ശേഷം 9 മാസവും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നോട് മാർച്ച് 12-ാം തീയതി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ പക്ഷെ മാർച്ച് 15-ാം തീയതിയാണ് അഡ്മിറ്റ് ആവാൻ പോലും ചെന്നിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഷുഗർ എനിക്ക് ആ സമയത്ത് ഭയങ്കര കൂടുതലായിരുന്നു. അതിൽ പിന്നെ എനിക്ക് ഷുഗർ കുറയുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഭാഗ്യത്തിന് ഐഷുവിന് ആ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് വന്നില്ലായിരുന്നു. അത് തന്നെ വലിയൊരു ഭാഗ്യം. പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് ജോലിക്ക് പോവാണ്ടിരിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ആ സിറ്റുവേഷനിൽ എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളായിരുന്നു കേട്ടോ. ഇതൊന്നുമല്ലായിരുന്നു എന്നെ ഏറ്റവും വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചത്. ഐഷു ഉണ്ടായി കഴിഞ്ഞ് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ എനിക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് ശരിക്കും വേണമായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ആളെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ നിൽക്കാനും വീട്ടിൽ കുറച്ച് പണികളൊക്കെ ചെയ്തു തരാനും വേണ്ടിയിട്ട് ഒരു ചേച്ചിയെ കുറേ അന്വേഷിച്ച് കുറേ അന്വേഷിച്ചതിന് ശേഷം ഒരാളെ ഞങ്ങൾക്ക് കിട്ടി. അത് പക്ഷേ എനിക്ക് ഓക്കെ ആയിരുന്നില്ല. ഞാൻ ഒട്ടും കംഫർട്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് വേറൊരു ചേച്ചിയെ കിട്ടിട്ടോ. വളരെ എനിക്ക് ഭയങ്കര മറക്കാൻ എനിക്ക് പറ്റത്തില്ല. അത്ര എനിക്ക് ഹെൽപ്പ് ചെയ്തു ആ ചേച്ചി. എനിക്ക് മെൻ്റലി ഫിസിക്കലി എല്ലാം നല്ലൊരു സപ്പോർട്ടായിരുന്നു കേട്ടോ ചേച്ചി. കാരണം കൊച്ചു കുഞ്ഞിനെ ഒന്ന് നോക്കി നമുക്കൊരു പരിചയമില്ലല്ലോ. നാടുമല്ല, ഒരു കൊച്ചു കുട്ടീനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പോലും ഇവിടെ ആരും ഇല്ല. എല്ലാവരും ഡ്യൂട്ടിക്ക് പോകും രാവിലെ തന്നെ. പിന്നെ വൈകുന്നേരം വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും മാനേജ് ചെയ്യാനുള്ള ഒരു രീതി അല്ലായിരുന്നു ആ ഒരു സമയത്ത്.
ചേച്ചി ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. ചേച്ചി അന്നും ഞങ്ങളുടെ കൂടെ കൂടിയതാണ്. ചേച്ചി ഇപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഫുൾ സപ്പോർട്ടുമായിട്ട്. എനിക്കതുകൊണ്ട് എന്തോ വല്ലാത്ത, ചേച്ചിയിൽ നിന്ന് ഞാൻ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. ചേച്ചിയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ എന്നും, അതുപോലെ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല ലൈഫ് കൊണ്ടുനടക്കേണ്ടതെന്നും എല്ലാം ചേച്ചിയുടെ അടുത്തു നിന്നാണ് ഞാൻ പഠിച്ചത്. അതുപോലെ എന്തോ ചേച്ചി ഞാനായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടൊരു ക്യാരക്ടർ ആണ്. അതുകൊണ്ട് എനിക്കെന്തോ ചേച്ചി ഭയങ്കര ഒരു, എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടീവായി ആ ചേച്ചി. ചേച്ചി ചേച്ചി എന്നപ്പോൾ ഞാൻ ഈ വീഡിയോയിലൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ ചേച്ചിയാണ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ്. അല്ല കേട്ടോ, ഞങ്ങളായിട്ട് യാതൊരു രക്തബന്ധവും ഇല്ല. ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. ആദ്യമൊക്കെ ചേച്ചി അടുക്കളയിലൊക്കെ എന്നെ സഹായിക്കുമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കുഞ്ഞിനെ മാത്രം നോക്കാനാണ് ഇപ്പം ചേച്ചി വരുന്നത്. കാരണം ചേച്ചിക്ക് 1-2 ജോലി വേറെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഇവിടെ വന്ന് വീണ്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോട്ടോ. അപ്പോൾ ചേച്ചി നന്നായിട്ട് ഭംഗിയായിട്ട് ഐശുവിനെ നോക്കിയിട്ടുണ്ടാവും. ചേച്ചിയുടെ അടുത്ത് വെച്ചിട്ട് നമുക്ക് പോകുമ്പോൾ എന്തോ ഒരു ധൈര്യമാണ്, നമ്മുടെ സ്വന്തം വീട്ടിലിട്ടിട്ട് പോകുമ്പോൾ അല്ലേ. എനിക്ക് എന്തോ ഒരു ധൈര്യമാണ്. ചേച്ചി ഇത് ഹാൻഡിൽ ചെയ്തോളും, കുഞ്ഞിനെ നന്നായിട്ട് നോക്കിക്കോളും. അതുപോലെ ഐശു നല്ല കംഫർട്ടാണ് കേട്ടോ. കുഞ്ഞ് നാളെ തൊട്ട് അവളെ നോക്കിയത് കൊണ്ട് ഐശുവിനെ എനിക്ക് തന്നെ 2-3 ദിവസം ഉള്ളപ്പോൾ ഒരു ചേച്ചി നോക്കുന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ചേച്ചിയാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു, എന്താ പറയുക, ഞാൻ എന്ത് കൊടുത്താലും ചേച്ചിക്ക് മതിയാവില്ല, അതുപോലെ ചേച്ചി ഞങ്ങളെ നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കെന്തോ വലിയൊരു ഇഷ്ടമാണ് ചേച്ചീനെ. നല്ലൊരു കോൺഫിഡൻസ് എനിക്ക് അതിൽ നിന്ന് വരുന്നുണ്ട്. കാരണം കൊച്ചിനെ നമ്മളൊരു കുഞ്ഞി മോളെ, നമ്മുടെ മോളെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് എത്രമാത്രം ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ 2 കണ്ണും ഏൽപ്പിച്ചിട്ട് പോകുമ്പോലെയാണ് എനിക്ക് ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ. ഇപ്പം യൂട്യൂബ് ചാനലിലാണെങ്കിലും കുറേ ഫാമിലി വ്ലോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലെ പ്രശ്നങ്ങളും അതുപോലെ ഫാമിലി പ്രോബ്ലങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അവരനുഭവിക്കുന്ന കാര്യം വേറെ ആരോടും പറയാനില്ലാത്തതുകൊണ്ട് യൂട്യൂബിൽ ഇടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലാണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരാ ഇതുപോലുള്ള നാറ്റക്കേസൊക്കെ ഇതിനകത്ത് കൊണ്ടിടുന്നത്? അതൊന്നും, എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. ഫാമിലി ആകുമ്പോൾ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ എത്ര പൊന്നേ തേനെ ചക്കരയെന്നൊക്കെ പറഞ്ഞാലും അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആരും ഇതുപോലെ യൂട്യൂബിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും ഇടുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവരുടെ ഗതികേട് കൊണ്ടാണ്. ഈ സ്നേഹിച്ചൊക്കെ വിവാഹം കഴിക്കുമ്പോൾ എല്ലാം നാല് വശത്തോട്ട് തിരിഞ്ഞു നിൽക്കുമായിരിക്കും. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ തലയിൽ ഇറ്റിക്ക് പിടിച്ചുകൊണ്ട് നടക്കാനായിട്ട് ആൾക്കാരുണ്ടാവും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഇല്ല, പൈസ കുറവാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ 4 നിലയുടെ മുകളിൽ നിന്ന് നമ്മളെ നിലത്തോട്ട് ഇടാനേ ആൾക്കാരുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് ആ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ വേറെ ആരോടും പറയാനില്ല. ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെയാണ് അവരോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമവും വേദനയൊക്കെ കൊണ്ടായിരിക്കും അവരിവിടെ വന്ന് പറയുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ, പേഴ്സണലി. കാരണം ഒരു ഫാമിലി ആകുമ്പോൾ ഒരാളെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ഒക്കെ ആവശ്യമാണ്. വലിയ സ്ത്രീധനോ അല്ലെങ്കിൽ വലിയ പൈസയോ അല്ലെങ്കിൽ ഒന്നും കൊടുത്തില്ലെങ്കിലും, അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം അതൊന്നും ഇല്ലാണ്ടാവുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല നമ്മുടെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെന്നോ അല്ലെങ്കിൽ സഹോദരികളിൽ നിന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമല്ല. നമ്മളെ സ്നേഹിക്കുന്ന ഒന്നും നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ അറിയുമ്പോൾ പെട്ടെന്നൊരു തിരിച്ചറിവ് പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കും കേട്ടോ. അതൊക്കെ കൊണ്ടായിരിക്കും അവർ ഇതുപോലെ വന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. നൂഡിൽസ് ഇവർക്ക്, പിന്നെ എനിക്ക് ഒരു സ്മൂത്തി ഉണ്ടാക്കി കണ്ടത്. പിന്നെ ചോറ് തലേദിവസത്തെ ഉണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് കൂട്ടി. പിന്നെ ഇവിടെ ആൾക്ക് സാമ്പാർ അധികം ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തീയൽ എന്നാണ് പറയാം, വെണ്ടയ്ക്ക തീയലാണ് ഉണ്ടാക്കിയത്. സാമ്പാർ പോലത്തൊരു തീയൽ അത്രയേ ഉള്ളൂ. പിന്നെ വറുത്തരച്ച് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെ കഴിക്കണം. ഒന്ന് മേല് കഴുകിയിട്ട് അതൊന്ന് കഴിക്കാമെന്ന് വിചാരിക്കും. കാര്യം തട്ടിക്കൂട്ട് ഒരു കറിയായിരുന്നെങ്കിലും നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ നാട്ടുവർത്താനം വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നേരം പോയി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.